ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് എല്ലാം ഉപകരിക്കുന്ന കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ് 3DS. വിക്ഷേപണ വാഹനം GSLV F-14. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. വിക്ഷേപണ വാഹനം GSLV F-14. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണർ. ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഇതിനു മുൻപ് ശക്തികാന്ത ദാസ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ 26ാമത്തത് സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ 15ാമത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് കെ സഞ്ജയ് മൂർത്തി. 15ാമത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കെ സഞ്ജയ് മൂർത്തി. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് സഞ്ജീവ് ഖന്ന. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് സഞ്ജീവ് ഖന്ന. GST ട്രൈബ്യൂണൽ ചെയർമാൻ സഞ്ജയ് കുമാർ മിശ്ര. ഇപ്പോഴത്തെ GST ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ്? സഞ്ജയ് കുമാർ മിശ്ര. ഈ പേരുകളെല്ലാം ഒരുപോലെ ഉണ്ടല്ലേ? അതൊന്നുകൂടി നോക്കിയാലോ. ഈ പേരുകളെല്ലാം ഏകദേശം ഒരുപോലെ ഉണ്ടല്ലേ? സഞ്ജയ് മൽഹോത്ര ആരാണ്? 26ാമത് RBI ഗവർണർ അല്ലേ? 26ാമത് RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. കെ സഞ്ജയ് മൂർത്തി ആരാണ്? CAG ആണ്. ഓക്കെ, ഇന്ത്യയുടെ CAG 15ാമത് CAG ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കെ സഞ്ജയ് മൂർത്തിയാണ്. സഞ്ജയ് ഖന്ന 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. ഓക്കെ, സഞ്ജയ് ഖന്ന ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്, 51ാമത്. സഞ്ജയ് കുമാർ മിശ്ര ആരാണ്? GST ട്രൈബ്യൂണൽ ചെയർമാൻ. GST ട്രൈബ്യൂണൽ ചെയർമാനാണ് സഞ്ജയ് കുമാർ മിശ്ര. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയരം കൂടിയ 7 കൊടുമുടികൾ കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി ആരാണ്? കാമ്യ കാർത്തികേയൻ. 7 ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ 7 കൊടുമുടികൾ കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ് കാമ്യ കാർത്തികേയൻ. പിതാവ് കമാൻഡർ S കാർത്തികേയനൊപ്പമാണ് അന്റാർട്ടിക്കയിലെ വിൻസെൻ്റ് കൊടുമുടി കീഴടക്കിയാണ് കാമ്യ പുതിയ റെക്കോർഡിട്ടത്. ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ പർവ്വതം, യൂറോപ്പിലെ എൽബ്രൂസ് പർവ്വതം, ഓസ്ട്രേലിയയിലെ കോസിയൂസ്കോ, തെക്കേ അമേരിക്കയിലെ അക്വാകാങ്ക്വ, വടക്കേ അമേരിക്കയിലെ ഡെനാലി, ഏഷ്യയിലെ എവറസ്റ്റ് ഇവയൊക്കെ കാമ്യ കീഴടക്കിയിരുന്നു. പ്രഥമ കോക്കോ ലോകകപ്പിന് വേദിയായത് ന്യൂഡൽഹിയാണ്. കിരീടം നേടിയത് ഇന്ത്യ. പ്രഥമ കോക്കോ ലോകകപ്പ് വേദിയായത് ന്യൂഡൽഹി, കിരീടം നേടിയത് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന പ്രഥമ കോക്കോ ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ പുരുഷ ടീമിലെ ഏക മലയാളി താരം നിഖിൽ ബി. ന്യൂഡൽഹിയിൽ നടന്ന പ്രഥമ കോക്കോ ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ പുരുഷ ടീമിലെ ഏക മലയാളി താരമാണ് നിഖിൽ ബി. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ്. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാണ് ഡി ഗുഗേഷ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. NS മാധവൻ്റെ പ്രധാന കൃതികൾ നോക്കാം. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, ഹിഗ്ഗിറ്റ, ചൂളൈമേടിലെ ശവങ്ങൾ, തിരുത്ത്, പഞ്ചകന്യകകൾ, പര്യായം കഥകൾ, ഭീമച്ചൻ, പുറം മറുപുറം. ഏതൊക്കെയാണ്? ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, ഹിഗ്ഗിറ്റ, ചൂളൈമേടിലെ ശവങ്ങൾ, തിരുത്ത്, പഞ്ചകന്യകകൾ, പര്യായം കഥകൾ, ഭീമച്ചൻ, പുറം മറുപുറം.